ഹായ് ഓൾ. വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. അപ്പൊ ഇന്ന് ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ ആണ്. HST ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ റിവിഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ HST ആസ്പിയർ ചെയ്യുന്ന എല്ലാവരും തന്നെ പഠനത്തിന്റെ തിരക്കിലായിരിക്കും അല്ലെ. അതായത് നമ്മുടെ പഠനമൊക്കെ ഏകദേശം ഒരു റിവിഷൻ ടൈമിലോട്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ പഠനം അങ്ങ് മുന്നോട്ട് വെറുതെ അങ്ങ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യാനുസരണമുള്ള റിവിഷൻ കൂടെ നമുക്ക് വേണം. റിവിഷനും കൂടെ നമ്മൾ ടൈം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ നമ്മുടെ ഈ ഒരു പഠനത്തില് നമുക്ക് റിവിഷന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള HSTയില് നമ്മൾ പഠിക്കേണ്ട മൊഡ്യൂൾ 1 ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യാനും നമുക്കൊന്ന് ഓർത്തെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മുടെ ആസ്പിരൻസിന്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ അവധി കാണും. കഴിഞ്ഞ മാസങ്ങളിൽ വന്ന റിസൾട്ടുകളിൽ ആദ്യത്തെ റാങ്കുകളിൽ റാങ്ക് ജേതാക്കളായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ടോസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നു. അതിനോടൊപ്പം ഇനിയും അതുപോലത്തെ റാങ്ക് ജേതാക്കൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ആർക്കെങ്കിലും നമ്മുടെ ടോസ് അക്കാഡമിയിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പൊ ഇന്നത്തെ റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് ഞാൻ ആര്യ, ടോസ് അക്കാഡമിയുടെ കൊമേഴ്സ് ഫാക്കൽറ്റി ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് 3 മൈൽ സ്റ്റോണുകളിലൂടെയാണ്. ആ 3 മൈൽ സ്റ്റോണുകളിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഓരോ മൈൽ സ്റ്റോണും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ 3 മൈൽ സ്റ്റോണുകൾ അഥവാ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് ആദ്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഉടനീളം പറയുന്ന കോൺസെപ്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പഠനത്തിന്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ പഠനത്തിന്റെ നിലവാരം നമുക്ക് ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റുകളിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയതെന്ന് എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ അത് നോക്കി മനസ്സിലാക്കി ആ കോൺസെപ്റ്റുകൾ തറവാക്കി മാത്രം മുന്നോട്ട് പോവുക. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട കോൺസെപ്റ്റ് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ടെസ്റ്റ്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പഠനം അതിനോടൊപ്പം പോകുന്നുണ്ടോ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും അതുപോലെ നമ്മുടെ അച്ചീവ്മെന്റ് ലെവലും ഒരുപോലെ പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സോ ഇതാണ് എന്റെ 3 അജണ്ടകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. സോ വി ക്യാൻ കണ്ടിന്യൂ. സോ ദ ടെസ്റ്റ് ബിഗിൻസ് ഹിയർ. ദാറ്റ് മീൻസ് നമ്മളിപ്പോ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കോൺസെപ്റ്റുകൾ പഠിക്കുന്നു, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ പോവുകയാണ്. സോ വി ക്യാൻ ബിഗിൻ ദി ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം. ആദ്യത്തെ കോൺസെപ്റ്റ് നമ്മുടെ സ്കെയിൽ, മെഷർമെന്റ് സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺസെപ്റ്റ് വരുന്നത്, ലെവൽ ഓഫ് മെഷർമെന്റ്. അപ്പൊ നമുക്ക് 4 സ്കെയിലുകളാണ് നമുക്ക് റിസർച്ച് മെത്തഡോളജിയിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ സ്കെയിലുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one nominal scale, and second one ordinal scale, third one interval scale, and the fourth one ratio scale. ഇങ്ങനെ 4 സ്കെയിലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യത്തെ സ്കെയിലുകളിലോട്ട് തന്നെ നമുക്ക് വരാം. അപ്പൊ അവിടെ പറയുന്നത് നോ ഓർഡർ, ഡിസ്റ്റൻസ്, ഒറിജിൻ എന്നാണ്. So what is means the order? Order എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് one number is greater than, less than, equal to another.
നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും രണ്ട് നമ്പർ. ഒന്ന് മറ്റൊന്നിനെ കാട്ടിയും വലുതാണ്, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ കാട്ടിയും ചെറുതാണ്, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും നമ്പറിനെ. പക്ഷേ നോമിനലിന് അങ്ങനെ ഓർഡർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. So there is no order. Then distance. Distance നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്, the difference between any two pair is greater than, less than, equal to. ഇത് രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണ് ഓർഡർ ചെയ്തതിന്റെ. So that is called a distance. And the origin means the number series has a unique origin indicated by the number 0. 0 എന്ന് പറയുന്ന ഒരു origin വേണം. With the case of nominal scale, ഈ മൂന്ന് കാര്യങ്ങളുമില്ല. No order, distance, origin. നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. ഡിഫറൻസ് ഓർഡർ ചെയ്യുന്ന നമ്പറിന്റെ ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഒറിജിനും ആർക്കില്ല? നോമിനൽ സ്കെയിലിന് ഇല്ല. നോമിനൽ സ്കെയിലിൽ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് അല്ലെ. അപ്പൊ നോമിനലിൽ നിന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കിവിടെ നമ്മുടെ മെയിൽ, ഫീമെയിൽ, ഇപ്പൊ സെക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ, ഫീമെയിൽ പോലുള്ള തുടങ്ങിയ കാര്യങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റും. നെയിംസ് കൊടുത്ത് നമുക്ക് വേരിയബിൾ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയാണ് ഇവിടെ നോമിനൽ മെഷർമെന്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ലീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കെയിലാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി നെയിം കൊടുക്കുന്നതാണ് എന്നുള്ളത് നമുക്ക് n കൊണ്ട് സൂചിപ്പിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് നോമിനലിൽ വരുന്നത്. ജസ്റ്റ് സെക്സോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ റിലീജിയൻ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നോമിനൽ സ്കെയിൽ. രണ്ടാമത് വരുന്ന സ്കെയിലാണ് നമ്മുടെ ഓർഡിനൽ സ്കെയിൽ. So what is meant by ordinal scale? Ordinal scale എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പേഴ്സൺസിനെ ഓർഡർ ചെയ്യാൻ പറ്റും. നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെ ഓരോ next one ആയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഓർഡർ ഉണ്ട്, ഓർഡർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഡിഫറൻസ് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഒന്ന് മറ്റൊന്നിനോട് ഈക്വൽ ആണ് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനോട് വലുതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ അവിടെ ഒരു ഒറിജിൻ ഇല്ല. ഓർഡർ മാത്രമേ ഓർഡിനൽ സ്കെയിൽ ഉള്ളൂ. റാങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഓർഡർ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ റാങ്ക് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്കെയിൽ എന്ന് പറയുന്ന ഇന്റർവെൽ സ്കെയിൽ ആണ്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോമിനലിന്റെയും ഓർഡിനലിന്റെയും പവർ ഉള്ള ഒന്നാണ്. ദാറ്റ് മീൻസ് നമുക്കൊരു ഇന്റർവെൽ കൊടുക്കാൻ പറ്റും. ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ള ഒരു നമ്പർ നമുക്ക് അവിടെ ആ ഒരു ഇന്റർവെൽ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർവെൽ സ്കെയിൽ. ഇപ്പൊ ഇന്റർവെൽ സ്കെയിലിൽ തന്നെ ഓർഡറും ഉണ്ട്, ഡിസ്റ്റൻസും ഉണ്ട്. നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ നമുക്ക് കൊടുക്കാനും പറ്റും. പക്ഷെ അവിടെ ഒറിജിൻ ഇല്ല, 0 ഇല്ല. That is called the interval scale. The next one is called a ratio scale. Ratio scale നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അവിടെ 0യും നമുക്ക് പറ്റും. അവിടെ എന്തുണ്ട്? 0 സ്കെയിലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ദ ഹയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഐഡിയൽ ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ 0 ഉണ്ട്. നമ്മളിപ്പോ ഹൈറ്റ് നോക്കുകയാണെങ്കിലും വെയിറ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് 0 എന്ന് പറയാൻ പറ്റും. അവിടെ ഒരു മണി വാല്യൂ നോക്കുകയാണെങ്കിൽ അതൊക്കെ റേഷ്യോ സ്കെയിലാണ് വരും. സോ അപ്പൊ അങ്ങനെ 4 സ്കെയിലുകളാണ് നമുക്കുള്ളത്. ഇപ്പൊ ഏറ്റവും അബ്സല്യൂട്ട് 0 വരുന്ന സ്കെയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സ്കെയിലാണ്? റേഷ്യോ സ്കെയിലാണ്. സോ ഈ ഒരു 4 കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് നോമിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്സ്, റിലീജിയൻ പോലുള്ള ആട്രിബ്യൂട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന സ്കെയിലാണ്. ഓർഡിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന സ്കെയിലാണ്. ഇന്റർവെൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു റേഞ്ച് കാണിക്കാൻ പറ്റും അവിടെ. റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഡെസിമൽ പോയിന്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെയിറ്റ്, ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ സ്കെയിൽ ഓഫ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
The question is here, the scale of measurement which has an absolute zero measurement is termed as. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒരു അബ്സല്യൂട്ട് സീറോ മെഷർമെന്റ് ഉള്ള സ്കെയില് ഏതാണ്, അതായത് ഒറിജിൻ ഉള്ള സ്കെയില് ഏതാണ്. വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ഏത് സ്കെയിലാണെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരം കാണും. അപ്പൊ നിങ്ങൾ അസസ് ചെയ്യാൻ, നിങ്ങളെ കോൺസെപ്റ്റ് ഓൾറെഡി മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് അസസ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ആൻസർ അറിയാമോ അറിയില്ല, അപ്പൊ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പോവാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റേഷ്യോ സ്കെയിൽ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, റേഷ്യോ സ്കെയിലിനാണ് ഒറിജിൻ ഉള്ളത്. അപ്പൊ ഇവിടെ ആൻസർ ശരിയായവരുണ്ട്, തെറ്റ് ഉത്തരം നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയവരുണ്ടായിരിക്കാം. ശരിയാണെങ്കിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി. തെറ്റാണ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ കോൺസെപ്റ്റ് കുറച്ചുകൂടെ നിങ്ങൾ ക്ലിയർ ആക്കേണ്ടതുണ്ട്. സോ എന്ത് ചെയ്യുക, ഗോ ബാക്ക് ആൻഡ് സ്റ്റഡി ദ കോൺസെപ്റ്റ് ക്ലിയർ, ദെൻ കം ബാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് ഏതാണെന്ന് നോക്കാം. സോ വി ഹാവ് ടു അറ്റൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ച സ്കെയിൽ ഓഫ് മെഷർമെന്റിന്റെ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ദ നമ്പർ അസൈൻഡ് ഇൻ ദ സ്കെയിൽ കനോട്ട് ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡ്. അതായത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പൊ അത് ഏത് സ്കെയിലാണ്? നമുക്കറിയാം അല്ലെ, ഓർഡർ ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല, അങ്ങനെയുള്ള സ്കെയിൽ ഏത് സ്കെയിലാണ്? സോ വി ക്യാൻ ചെക്ക് ദ ആൻസർ. ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ആൻസർ ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നോമിനൽ സ്കെയിൽ. ഇപ്പൊ നോമിനൽ സ്കെയിലാണ് നമ്മൾ സെക്സ്, റിലീജിയൻ പോലുള്ള ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിലാണ്. അപ്പൊ വൺസ് അഗെയിൻ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ കോൺസെപ്റ്റ്. ഫസ്റ്റ് ഉത്തരം തെറ്റായവർക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഉത്തരം ശരിയാകാം. അപ്പൊ നമ്മുടെ ആ ഒരു കോൺസെപ്റ്റുള്ള ചെറിയ വേരിയേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ആ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ നമുക്ക് ഓരോ കോൺസെപ്റ്റുകളും ഓരോ സബ്ജക്റ്റുകളും റിവൈസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ന്യൂ കോൺസെപ്റ്റിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെഷർമെന്റ് സ്കെയിൽ ആയിരുന്നു. അടുത്ത നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്, നമ്മുടെ ടൈപ്പ് ഓഫ് റിസർച്ച്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്പ് ഓഫ് റിസർച്ച്. So we can divide the research into two on the basis of the method of study and the intent. നമ്മുടെ ഇന്റന്റ്, നമ്മുടെ ഇന്റൻഷൻ അനുസരിച്ചും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചും നമുക്ക് റിസർച്ചുകളെ രണ്ട് കാറ്റഗറീസ് ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇന്റന്റ് അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ച്, then pure research, exploratory research, descriptive research, diagnostic study, evaluation study and action research. Method of study അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ് experimental research, longitudinal research, analytic study, historical research and survey. Okay, നമുക്ക് എല്ലാം ഒന്ന് നമുക്ക് എന്താണ് അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് നമുക്ക് നോക്കാം. And the first one is the pure research. Pure research എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, only for the sake of knowledge. നമുക്ക് ജസ്റ്റ് ഒരു നോളജ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ ഇറ്റ്സ് അതർവൈസ് നോൺ ആസ് ബേസിക് ഓർ ഫണ്ടമെന്റൽ റിസർച്ച്. നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ ബേസിസിൽ നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് പ്യുവർ റിസർച്ച്. ദെൻ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ്, നമുക്ക് ഒരു പ്രോബ്ലം ഓറിയന്റഡ് വൺ ആണ്. ഒരു ആക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, റിയൽ ലൈഫ് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നമ്മൾ ഏത് റിസർച്ച് യൂസ് ചെയ്യുന്നത്? അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വണ്ണിലോട്ട് നമുക്ക് പോവാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് അതർവൈസ് നോൺ ആസ് ഫോർമുലേറ്റിംഗ് റിസർച്ച്. അതായത് ഒരു അൺഫെമിലിയർ പ്രോബ്ലം, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും, പ്രത്യേകിച്ച് നോളജ് ഉണ്ടാകത്തില്ല, എങ്കിലും നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് ഉണ്ടാക്കാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അവിടെ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഉണ്ടാകുന്നത്. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാം. കുറച്ചുകൂടെ സ്പെസിഫിക് ആണ് നമ്മുടെ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കാട്ടിയത്. നമ്മൾ അതിന്റെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയമെൻഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനെ പറ്റി ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഡയമെൻഷൻസ് ഐഡന്റിഫൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്നോസ്റ്റിക് സ്റ്റഡിയാണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് പോസിബിൾ സൊല്യൂഷൻസ് കണ്ടെത്തുക, പ്രോബ്ലം കണ്ടെത്തുക, പ്രോബ്ലത്തിന്റെ പോസിബിൾ സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ നമ്മൾ ജസ്റ്റ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നേ ഉള്ളൂ, അതിന്റെ സൊല്യൂഷൻസ് തേടിയൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഡയഗ്നോസ്റ്റിക്കിൽ കോസും അതിന്റെ സൊല്യൂഷനും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഇവാലുവേഷൻ സ്റ്റഡിയോ, ഇവാലുവേഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു അപ്ലൈഡ് റിസർച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ അതിന്റെ ഒരു സോഷ്യൽ പ്രോഗ്രാം നടത്തും, അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ അസസ് ചെയ്യുക, അതിന്റെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ എത്രത്തോളമാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഇവാലുവേഷൻ സ്റ്റഡി. ആൻഡ് ദ ലാസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ഇന്റന്റില് ലാസ്റ്റ് വൺ ആണ് നമ്മുടെ ആക്ഷൻ റിസർച്ച്. സോ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യണം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുക, ഒരു ആക്ഷൻ കണ്ടെത്തുന്നതാണ് നമ്മുടെ ആക്ഷൻ റിസർച്ച്. അപ്പൊ നമ്മള് പറഞ്ഞ ഓരോന്നും നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമ്മുടെ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ ലൈഫ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒന്നാണ്. പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത് ഫോർ സേക്ക് ഓഫ് നോളജ് ആണ്. എക്സ്പ്ലോറേറ്ററി എന്ന് പറയുന്നത് എക്സ്പ്ലോർ ചെയ്യുക സംതിങ് വിച്ച് ഇസ് ഹാവ് ലിറ്റിൽ ഓർ നോ നോളജ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ അവിടെ കോസും സൊല്യൂഷനും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഇവാലുവേഷൻ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ അതിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ആക്ഷൻ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നു, ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമീഡിയറ്റ് ആക്ഷൻ, ഇമീഡിയറ്റ് പ്രോബ്ലം സോൾവിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് സ്റ്റഡി, അക്കോർഡിംഗ് ടു മെത്തേഡ് ഓഫ് സ്റ്റഡിയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് വൺ ആണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വേരിയബിൾസിന്റെ ആവശ്യമുണ്ട്, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഫാക്ടർ നമ്മൾ ഡിപെൻഡന്റ് ആക്കുക, മറ്റു ഫാക്ടർ ഇൻഡിപെൻഡന്റ് ആക്കുക. അപ്പൊ ഡിപെൻഡന്റ് ഫാക്ടറിനെ ഇൻഡിപെൻഡന്റ് ഫാക്ടർ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് അവിടെ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. അതിന് നമ്മൾ ചിലപ്പോൾ 2 ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യും, ഒന്ന് കൺട്രോൾ ഗ്രൂപ്പ് ആക്കി വെക്കും, മറ്റൊന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആക്കി വെക്കും. ഇത് കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ നമ്മൾ സ്റ്റഡീസ് നടത്തുകയും ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. ദെൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക ടൈം പീരീഡിനകത്ത് നമ്മൾ എന്താണ് സീരീസ് ഓഫ് റിസർച്ച് നമ്മൾ നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. സോ നെക്സ്റ്റ് വൺ ഇത് നമ്മുടെ അനലിറ്റിക്കൽ സ്റ്റഡിയാണ്. അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് അനാലിസിസ് യൂസ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ യൂസ് ചെയ്ത് പല മോഡൽസ് യൂസ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ, ഒരു കൂട്ടം ഒന്നല്ല ഒരു കൂട്ടം സിസ്റ്റംസ്, മാത്തമാറ്റിക്കൽ മോഡൽസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതിനാണ് നമുക്ക് അനലിറ്റിക്കൽ സ്റ്റഡീസ് എന്ന് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മൾ പാസ്റ്റ് റെക്കോർഡുകളെ പറ്റി പഠിക്കാൻ. ദിസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് റെക്കോർഡ്സ്. പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അടുത്തതായിട്ട് സർവേ ആണ്. സർവേയിൽ നമ്മൾ കുറെ ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡിയാണ് നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പോപ്പുലേഷൻ സർവേ നടത്തുന്നു. ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യുന്നു, പർട്ടിക്കുലർ ടൈമിലുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു, അത് ഗ്യാദർ ചെയ്യുന്നു, അതിന് ടാബുലേറ്റ് ചെയ്യുന്നു, കെയർഫുൾ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, then ഇന്റർപ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സർവേ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിസർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് വി ക്യാൻ കം അക്രോസ് ദി ക്വസ്റ്റ്യൻസ്. The first question is, the research carried on several time periods. അതാണ് ഞാൻ ടൈമിന്റെ ബേസിസിൽ നടത്തുന്ന റിസർച്ച് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു റിസർച്ച് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഏത് റിസർച്ച് ആണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കാം. നമുക്ക് ആൻസറിലോട്ട് പോവാം. സോ ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. നമ്മൾ സെവറൽ ടൈം പീരീഡിൽ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ആണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. ടൈം പീരീഡിന്റെ ബേസിസിലാണ് അവിടെ നടത്തുന്നത്. അതാണ് നമ്മുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് അവിടെ. ഓക്കെ. So next one is the most significant scientific research method is. ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതും സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ് ഏതാണ്? നോമേറ്റീവ് സർവേ മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. സർവേ ഞാൻ പറഞ്ഞു, നമ്മൾ പോപ്പുലേഷൻ സർവേ ഒക്കെ നടക്കുമ്പോൾ എല്ലാവരെയും നമ്മൾ ഫാക്ട് ഫൈൻഡ് ചെയ്യാണ്. എക്സ്പെരിമെന്റിൽ 2 ഗ്രൂപ്പ്സ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ് ഒരു കേസിന്റെ. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ഡേറ്റ അനലൈസ് ചെയ്ത് പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ റിസർച്ച് മെത്തേഡ് ഏതാണ്? സോ ഇറ്റ് ഈസ് നൺ അതർ ദാൻ നമ്മുടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ ടെസ്റ്റുകളൊന്നും നടത്താതെ മറ്റു ഗ്രൂപ്പിൽ നമ്മൾ ടെസ്റ്റുകൾ നടത്തി ആ 2 ഗ്രൂപ്പും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ പഠിക്കുന്ന ടെസ്റ്റ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആൻഡ് സയന്റിഫിക് ആണ് ഇതെന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ റിസർച്ച്. നമുക്ക് എക്സ്പെരിമെന്റ്സ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് ഓഫ് റിസർച്ച് ആണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. സോ ഈ ഒരു റിസർച്ച് മെത്തേഡ് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏറ്റവും സിഗ്നിഫിക്കന്റ് ആൻഡ് സയന്റിഫിക് റിസർച്ച് മെത്തേഡ് ഏതാണെന്നുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് അവ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ്. അപ്പൊ സാമ്പിളിംഗ് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ പോപ്പുലേഷനിൽ നിന്നും നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുകയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. So that sampling is broadly divided into 2 categories, that is probability sampling and non-probability sampling. So probability sampling is otherwise called random sampling. The probability sampling ന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് it's based on the theory of probability. അല്ലെ, പ്രോബബിലിറ്റി തിയറി ബേസ് ചെയ്തിട്ടാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരുന്നത്. എല്ലാ എലമെന്റ്സിലും, അതിനകത്തുള്ള എല്ലാ എലമെന്റ്സിലും നോൺ സീറോ ചാൻസ് ഓഫ് ഒക്കെ സെലക്ഷൻ എന്നാണ്. നമുക്ക് ഏത് എലമെന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എല്ലാ എലമെന്റിനും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് വരുന്ന മെത്തേഡുകളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോന്നും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ജസ്റ്റ് നമ്മൾ റാൻഡം ആയിട്ട് ലോട്ടറി മെത്തേഡ് യൂസ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു ബൗളിനകത്ത് കുറെ നമുക്ക് എത്ര സാമ്പിൾസ് ഉണ്ടോ അത്രയും സാമ്പിൾസിന്റെ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം, റാൻഡംലി സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടിപ്പറ്റ്സിന്റെ ടേബിൾ നമ്പർ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. ജസ്റ്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഈസ് അനദർ മെത്തേഡ്. സോ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനകത്ത് നമ്മൾ സ്ട്രാറ്റാസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. സോ അപ്പൊ നമ്മൾ സ്റ്റഡീസിന് ആവശ്യമായിട്ടുള്ള കുറെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷനിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, കുറെ ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കി തരും. ആ ഹോമോജീനിയസ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റ. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റ. സോ നമ്മൾ കുറെ ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രാറ്റ. ഓരോ സ്ട്രാറ്റത്തിൽ നിന്നും നമ്മൾ റാൻഡം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാമ്പിൾസിന് സെലക്ട് ചെയ്യും. അതാണ് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്ട്രേറ്റ എന്ന് പറയുന്ന ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിരിക്കും. ആ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ്, ഓരോ സ്ട്രാറ്റയ്ക്ക് അകത്ത് ചിലപ്പോൾ ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കാം, പക്ഷെ ഓരോ സ്ട്രാറ്റമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഹോമോജീനിയസ്ലി ആണ്.
എല്ലാ ഗ്രൂപ്പും ഒരുപോലെ ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള മെമ്പേഴ്സ് എന്തായിരിക്കാം? ഹെട്രോജീനിയസ് ആയിരിക്കും. ദെൻ നമ്മുടെ എടുക്കുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. സോ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്പർ ചെയ്യുക, നമ്മുടെ എലമെന്റ്സുകളെയൊക്കെ നമുക്ക് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ അവിടെ ഒരു 20 എന്ന് പറയുന്ന നമ്മളൊരു സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യാണ്, സാമ്പിൾ യൂണിറ്റ് സെലക്ട് ചെയ്യാണ്, ഒരു ഫിക്സഡ് ഇന്റർവെൽ മെത്തേഡിൽ 20. അപ്പോൾ നമ്മൾ ആദ്യത്തെ 20 എന്ന് പറയുന്ന ആളെടുക്കുന്നു, നെക്സ്റ്റ് അടുത്ത 20 എടുക്കുന്നു. അങ്ങനെ നമ്മളിപ്പോ 300 ആണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ നമ്മൾ ഓരോ 20, ആദ്യത്തെ 20, നെക്സ്റ്റ് 20 അങ്ങനെ എടുത്തെടുത്ത് പോകും. നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഒരു ഫിക്സഡ് ഇന്റർവെൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എടുക്കും. സോ അവിടെ അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലെങ്കിൽ ഫിക്സഡ് ഇന്റർവെൽ മെത്തേഡ് എന്ന് നമ്മൾ പറയും. സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു പോപ്പുലേഷൻ ആണ്, അപ്പൊ നമുക്ക് റെഡിലി അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാണ്. നമ്മൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ക്ലസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓരോ ക്ലസ്റ്ററിലും കുറച്ച് ആൾക്കാർ കാണാൻ നമ്മൾ ക്ലസ്റ്റർ സൈസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പോപ്പുലേഷൻസിനെ സ്ട്രാറ്റാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ക്ലസ്റ്റർ സാമ്പിളിംഗിൽ നമ്മൾ ക്ലസ്റ്റേഴ്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ വിത്തിൻ സബ് ഗ്രൂപ്പ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സ്ട്രാറ്റിഫൈഡിൽ ഓരോ സ്ട്രാറ്റയും ഹോമോജീനിയസ് ആണ്, ആ സ്ട്രാറ്റയ്ക്ക് അകത്തുള്ളവർ എന്താണ്? ഹെട്രോജീനിയസ് ആണ്, ഒരുപോലെ അല്ല. പക്ഷെ ക്ലസ്റ്ററിലാണെങ്കിൽ ഓരോ ക്ലസ്റ്ററും ഹെട്രോജീനിയസ് ആണ്, പക്ഷെ ആ ക്ലസ്റ്ററിനകത്തുള്ളവർ എന്താണ്? ഹോമോജീനിയസ് ആണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മറന്നു പോകരുത്. സ്ട്രാറ്റിഫൈഡിൽ ഓരോ സ്ട്രാറ്റാസ്, എല്ലാ സ്ട്രാറ്റാസും ഹോമോജീനിയസ് ആണ്, ബിറ്റ്വീൻ ദ സ്ട്രാറ്റ ആണ് ഹെട്രോജീനിയസ്. ഇൻ ക്ലസ്റ്റേഴ്സ് ഓരോ ക്ലസ്റ്റേഴ്സും എന്താണ്? ഹെട്രോജീനിയസ് ആണ്, വിത്തിൻ ദ ക്ലസ്റ്റർ ദേ ആർ ഹോമോജീനിയസ്. ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, നമ്മൾ ഏരിയ വൈസ് സാമ്പിളിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് സാമ്പിളിംഗ് എടുക്കുന്നത്? മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. 1 or more സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഓരോ സാമ്പിളിങ്ങിനെ 2 or more സ്റ്റേജസ് ആക്കിയാണ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ആണ്. ഓക്കെ, അടുത്ത നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലോട്ട് കടക്കുകയാണെങ്കിൽ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നോൺ ചാൻസ്, എല്ലാവരെയും സെലക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഇല്ല, ആബ്സെന്റ്. സോ അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻസ് ഓർ ആക്സിഡന്റൽ സാമ്പിളിംഗ്. ഒരു ഹിറ്റ് ആൻഡ് മിസ് ഫാഷൻ എന്നൊക്കെ പറയാം. നമ്മളെ കാണുന്നവരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു, അവരിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നവരെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കൺവീനിയന്റ് ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നവരെ നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് കോൾഡ് കൺവീനിയൻസ് ഓർ ആക്സിഡന്റൽ സാമ്പിളിംഗ്. ദെൻ പർപ്പസീവ് ആൻഡ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പർപ്പസീവ് ആയിട്ട് ഇന്ന ആൾക്കാരെ നമുക്ക് സാമ്പിൾ ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ കണക്കുകൂട്ടി ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് പർപ്പസീവ് ആൻഡ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ഒരു പ്രീ ഡിറ്റർമൈൻഡ് ക്രൈറ്റീരിയ ബേസിസിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ തന്നെ മനഃപൂർവ്വം അങ്ങനെ ചെയ്ത് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ റിസർച്ചറിന്റെ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ അല്ലെങ്കിൽ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയും. സോ നെക്സ്റ്റ് ഈസ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കോട്ടാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്തെങ്കിലും ഒരു ട്രേറ്റിന്റെ ബേസിസിൽ, സെക്സിന്റെ ബേസിസിൽ, ഏജിന്റെ ബേസിസിലോ സോഷ്യൽ ക്ലാസിന്റെ ബേസിസിലോ നമ്മൾ വേരിയസ് കാറ്റഗറീസ് ആക്കി തിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ മെത്തേഡ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമ്മൾ കോട്ടയിൽ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് സർവേ, ഒപ്പീനിയൻ പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് നമ്മൾ കോട്ട സർവേ, കോട്ട സാമ്പിളിംഗ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. സ്നോബോൾ സാമ്പിളിംഗിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഇല്ല.
സോ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് ആൾക്കാരോട് നമുക്ക് ആദ്യം കിട്ടുന്ന കുറച്ച് പേരോട് ചോദിക്കും. ദെൻ ഫ്രം ദ മെമ്പേഴ്സ് നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ലിസ്റ്റ് സാമ്പിൾസ് കിട്ടത്തുള്ളൂ. സോ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ സാമ്പിളിംഗ് കിട്ടുന്നില്ല. നമ്മൾ ആദ്യം കിട്ടുന്ന ആൾക്കാരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താണ് അടുത്ത ആൾക്കാരുടെ നമുക്ക് എണ്ണങ്ങൾ കിട്ടുന്നത്. സോ അങ്ങനെ നമ്മൾ എടുക്കുന്ന സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. സോ ഇത്രയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ വി ക്യാൻ ഗോ ടു ദ ക്വസ്റ്റ്യൻ. The sampling technique in which the population is characterized into a number of non-overlapping subpopulations and sample items are selected from each category is called as. Non-overlapping ആയിട്ട് നമ്മൾ പല പല കാറ്റഗറീസ് ആയിട്ടുള്ള സബ് പോപ്പുലേഷൻ, ഓവർലാപ്പിംഗ് അല്ല, എല്ലാവരും ഡിഫറെന്റ് ആണ്, സബ് പോപ്പുലേഷൻസ് ആക്കി മാറ്റുന്നു. ദെൻ നമ്മൾ അതിൽ നിന്ന് ഓരോ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഏതായിരിക്കും നമുക്ക് അറിയാന്നുള്ളത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഏത് തന്നെയാണ് ഉത്തരം? സ്ട്രാറ്റിഫൈഡ് ആണ്. അവിടെ നമ്മൾ പല പല സ്ട്രാറ്റാസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ട്രാറ്റാസിൽ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കോട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ പല ക്രേറ്റുകളിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു കോട്ടയ്ക്കകത്തുള്ള ആള് മറ്റേ കോട്ടയ്ക്കകത്ത് വരാം. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ക്ലസ്റ്റർ ആണെങ്കിലും അത് എല്ലാം എന്താണ്, ഹോമോജീനിയസ് അല്ല, ഹെട്രോജീനിയസ് കാറ്റഗറീസ് ഉള്ളവർ. അപ്പം ഒരുപോലെ നമ്മൾ പല പല സബ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അതിൽ നിന്ന് എടുക്കുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്, നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. Next, another question from the concept of sampling was, the sampling is used when it is difficult to identify the members of desired population. നമുക്ക് മൊത്തത്തിലുള്ള പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു ഇനിഷ്യൽ സെറ്റ് ഓഫ് മെമ്പേഴ്സിനെ കാണും, അവരാണ് നെക്സ്റ്റ് ഉള്ള ആൾക്കാരുടെ ഇൻഫർമേഷൻ തരുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചത് ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്? ഷുവർ ഷോർട്ട് ആൻസർ ആണ്. ആൻസർ എന്താണ്? സ്നോബോൾ സാമ്പിളിംഗ് ആണ്. നമ്മളൊരു ബോൾ പോലെ നമ്മുടെ എന്താണ്, നമ്മൾ മെമ്പേഴ്സിനെ കണ്ടെത്താനായിട്ട് അത് ഉരുണ്ട് പോകുന്ന വഴിക്ക് ഓരോരുത്തരെ കളക്ട് ചെയ്ത് പോകുന്ന ഒന്നാണ് നമ്മുടെ സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ്, സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണും. നമുക്ക് ആ ഒരു കോൺസെപ്റ്റും അതിനോടൊപ്പം നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റിനോടൊപ്പം നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുകയാണ്. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ, ക്രിട്ടിക്കൽ വാല്യൂ, അതൊക്കെയാണ്. നമ്മളിപ്പോൾ ടെസ്റ്റുകൾ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ കാര്യങ്ങൾ നമ്മൾ വരയ്ക്കുമ്പോൾ, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ കർവ്, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇങ്ങനെയാണ് വരുന്നത്. സോ അവിടെ നമുക്ക് വൺ ടെയിൽ ടെസ്റ്റ് ഉണ്ട്, ടു ടെയിൽ ടെസ്റ്റ് ഉണ്ട്. ദിസ് ഇസ് വൺ ടെയിൽ ടെസ്റ്റ്. ടു ടെയിൽ ടെസ്റ്റ് വരുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് എന്തുണ്ട്? ക്രിട്ടിക്കൽ റീജിയൻ വരും. സോ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന എന്താണ്, നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 0.05% ആണ് നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആയിരിക്കും നമ്മുടെ 5% വരുന്നത്. ടു ടൈൽഡ് ആണെങ്കിൽ നമുക്ക് ആ 5% രണ്ട് സൈഡിലും കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ ഒരു ക്രിട്ടിക്കൽ റീജിയൻ കാണും. അപ്പൊ നമുക്ക് 5% ആണെങ്കിൽ ബാക്കി 95%ഉം നമുക്കത് ശരിയാകാനുള്ള ചാൻസ് ഉണ്ട്. 5% മാത്രമേ അത് ഫെയിൽ ആകാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെയാണ് കോൺസെപ്റ്റ് വരുന്നത്. സോ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജിയൻ ഇപ്പൊ 5% ആയിരിക്കാം, ചിലപ്പോൾ 1%, 5% ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ആ ഒരു 5%, 1% ആ ക്രിട്ടിക്കൽ റീജിയന്റെ ആ ഒരു സൈസിനെ നമുക്ക് എന്തെന്നും അറിയപ്പെടാം. അതാണ് നമ്മുടെ ചോദ്യം. Whether it is size of test, size of the type first error, size of the type second error, and the last option in the critical value of the test statistics. But type 1 error വേറെയാണ്. എന്താണ് type 1 error എന്ന് പറയുന്നത്? നമ്മുടെ ഹൈപ്പോത്തിസിസിനകത്ത് നമുക്ക് രണ്ട് ഹൈപ്പോത്തിസിസ് ഉണ്ട് അല്ലെ? null hypothesis and alternate hypothesis. When we are rejecting the null hypothesis is true, even when it is true we are rejecting, that is called type 1 error. And we are നമ്മൾ എന്താണ് റിജക്ട് ചെയ്യുന്നത്? ട്രൂ ആയിട്ട് റിജക്ട് ചെയ്യുന്നു ആൻഡ് ഫോൾസ് ആയിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ടൈപ്പ് സെക്കൻഡ് എറർ. അപ്പൊ അത് രണ്ടും ഇതിനകത്തുമായിട്ട് ബന്ധം വരുന്നില്ല. അതുപോലെ തന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ക്രിട്ടിക്കൽ വാല്യൂ, ഇറ്റ് ഈസ് നോട്ട് ആപ്റ്റ്. സോ ദ സൈസ് ഓഫ് ദ ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ഓൾസോ നോൺ എസ് സൈസ് ഓഫ് ദ ടെസ്റ്റ്. ടെസ്റ്റിന്റെ സൈസ് നമ്മൾ 5% ആണോ 1% ആണോ അത് തന്നെയാണ് സൈസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. സോ
ഡൗട്ട് ഒന്നുമില്ല. സൈസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ഓൾസോ നോൺ ആസ് ദി സൈസ് ഓഫ് ദി ടെസ്റ്റ്. ഓക്കെ, അതാണ് ആ ഒരു. സോ ദ ആൻസർ ഈസ് സൈസ് ഓഫ് ദ ടെസ്റ്റ്. മറന്നു പോകരുത്. ഇപ്പൊ നെക്സ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. A research design should provide detailed information about. Research design എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിനെയൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The ethical issue, the data collection method, the study population. എത്തിക്കൽ ഇഷ്യൂവിനെ പറ്റിയിട്ടാണോ, അതോ നമ്മുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡിനെ പറ്റിയിട്ടാണോ, അതോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പോപ്പുലേഷനെ പറ്റിയിട്ടാണോ നമ്മുടെ റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? whether it is ethical issue, other data collection method, അതല്ലെങ്കിൽ സ്റ്റഡി പോപ്പുലേഷൻ, ഏതിനെ പറ്റിയിട്ടായിരിക്കാം കളക്ട് ചെയ്യപ്പെടുന്നത്? എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്? So research design is also called the plan of research അല്ലെങ്കിൽ plan of action. അതല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ എന്ന് പറയാം. നമ്മുടെ റിസർച്ചിന്റെ ഔട്ട്ലൈൻ ആണെന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് ബ്ലൂ പ്രിന്റ് ഓഫ് റിസർച്ച് ആണെന്ന് പറയാം. ഓക്കെ, അതും അല്ലെങ്കിൽ അതൊരു സ്കീമാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കീം. അവിടെ എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ റിസർച്ചിനകത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ഏതുവരെയാണ് അതിന്റെ ബൗണ്ടറി എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്ലാൻ, നമ്മുടെ സബ്ജക്റ്റിന്റെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ് എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സോഴ്സ്, നമ്മൾ എവിടെ നിന്നൊക്കെ സോഴ്സ് ഡേറ്റ സെലക്ട് ചെയ്യും, നമ്മുടെ ഔട്ട്ലൈൻ, നമ്മൾ എവിടെ നിന്നൊക്കെയാണ് റിസർച്ച് ക്വസ്റ്റ്യൻ എടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെയൊക്കെ ഒരു ബ്ലൂ പ്രിന്റ്. അതല്ലെങ്കിൽ നമ്മളുടെ സ്കീം എന്താണ്, നമ്മൾ എന്താണ് ജനറലൈസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ചിന്റെ ബൗണ്ടറി എന്താണ്, ഏതാണ് നമ്മുടെ റൈറ്റ് ഡയറക്ഷൻ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെനേറ്റീവ് പ്ലാൻ ആണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ഗുഡ് റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസർച്ച് നടത്താൻ പറ്റൂ. സോ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്ലാൻ ഓഫ് പ്രൊസീജിയർ ഫോർ ദ റിസർച്ചർ ടു ഫോളോ. റിസർച്ചർ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഓഫ് പ്രൊസീജിയർ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്, നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്ക്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ റിസർച്ച് ഡിസൈനിലൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താന്ന് തന്നെ നമുക്ക് ഊഹിക്കാം അല്ലെ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബവ്. എല്ലാം വരും അല്ലെ. നമ്മൾ എത്തിക്കൽ ഇഷ്യൂ, നമ്മുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിസർച്ച് ഡിസൈൻ. അപ്പൊ ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടുത്തെ ആപ്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന സീക്വൻസ് തന്നെ എന്താണ്, നമ്മളൊരു പ്ലാൻ ആദ്യമേ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇന്നത്തെ ക്ലാസ് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മളൊരു അജണ്ട ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ. കോൺസെപ്റ്റ് പഠിക്കുക, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, വീണ്ടും ടെസ്റ്റ് നമുക്ക് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് റിസർച്ച് ഡിസൈൻ. ആ ഒരു ഫുൾ റിസർച്ചിന്റെ ഫുൾ പ്ലാൻ ആരുടെ കയ്യിലാണ്? റിസർച്ച് ഡിസൈനിന്റെ കയ്യിലാണ്. ഓക്കെ, സോ ദ 9th question. So 9th question, the dash is the temporal occurrence which follows the independent variable and precedes the dependent variable. ഓക്കെ, ഇവിടെ വേരിയബിൾസിന്റെ കാര്യം പറയാം. വേരിയബിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് വേരി ചെയ്യുന്നു, ഒരിക്കലും അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നില്ല, അത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വേരിയബിൾസ്. നമ്മൾ വേരിയബിൾസ് സത്യം പറഞ്ഞാൽ ഏത് റിസർച്ച് മെത്തേഡിലാണ് നമ്മൾ പറഞ്ഞത്? ഇൻ എക്സ്പീരിമെന്റൽ റിസർച്ച് അല്ലെ. നമ്മൾ പറഞ്ഞ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ എക്സ്പീരിമെന്റൽ റിസർച്ച്. എക്സ്പീരിമെന്റൽ റിസർച്ചിലാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് പഠിക്കുന്നത്. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേരിയബിൾസ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, മോഡറേറ്റിംഗ് വേരിയബിൾ, മീഡിയേറ്റിംഗ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾ തുടങ്ങിയ കാര്യം.
അപ്പൊ നമ്മുടെ ആ കോൺസെപ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ ആണ് എന്ത് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസ്ഡ് വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് ആരിലാണ്? ഡിപെൻഡന്റ് വേരിയബിളിലാണ്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും. ആ ഫാക്ടർ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്, അതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. സോ ഇതിന്റെ ആ ഒരു അവരുടെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയെ മോഡറേറ്റ് ചെയ്യുന്ന ഒന്നാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. അതിനെ ഒന്ന് അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഫ്ലോയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. അതുപോലെ തന്നെ ഇതിന്റെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളതാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ അല്ലെങ്കിൽ ഇന്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ അപ്പൊ അത് ഇൻഡിപെൻഡന്റ് വേരിയബിള് മീഡിയേറ്റിംഗ് വേരിയബിളിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ മീഡിയേറ്റിംഗ് വേരിയബിൾ വഴി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ആരോ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ മോഡറേറ്റ് ചെയ്യുന്നതാണ് മോഡറേറ്റിംഗ് വേരിയബിൾ. അതുപോലെ മീഡിയേറ്റിംഗ് വരുന്നെങ്കിൽ ഇതിന്റെ ഇടയിൽ മീഡിയേറ്റ് ചെയ്യപ്പെടുന്നു, പക്ഷെ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വഴിയാണ് ഡിപെൻഡന്റ് വേരിയബിളിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന മീഡിയേറ്റിംഗ് വേരിയബിൾ. ഒരിക്കലും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല പറയുന്നത്, മീഡിയേറ്റിംഗ് വേരിയബിൾ വഴി ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതിൽ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്ന വേരിയബിൾ ആണ് നമ്മുടെ കൺട്രോൾ വേരിയബിൾസ്. എക്സ്ട്രാ വരുന്ന വേരിയബിൾസ് ആണ് കൺഫൗണ്ടിങ് വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ 3 വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഫോളോ ചെയ്യുകയും ഡിപെൻഡന്റ് വേരിയബിളിന് മുമ്പും വരുന്നത് ഏത് വേരിയബിൾ ആണ്? ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഫോളോ ചെയ്യുകയും ഡിപെൻഡന്റ് വേരിയബിളിന് മുന്നേ വരുന്ന വേരിയബിൾ ഏതാ? ഇന്റർവീനിങ് വേരിയബിൾ ആണല്ലോ. ഇന്റർവീനിങ് വേരിയബിളിന്റെ ഒരു ടൈപ്പ് ആണ് മീഡിയേറ്റിംഗ് വേരിയബിൾ. ഇന്റർവീനിങ് വേരിയബിൾ ആണ് അതിന്റെ ഹെഡ്, അതിനകത്ത് വരുന്ന ഒന്നാണ് മീഡിയേറ്റിംഗ്. നമ്മൾ മീഡിയേറ്റിംഗ് ഓർ ഇന്റർവീനിങ് എന്ന് പറയുന്നെങ്കിലും ഏറ്റവും ആപ്റ്റ് ഇന്റർവീനിങ് ആണ്. ഇന്റർവീനിങ് അകത്ത് വരുന്നതാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ. ഇപ്പൊ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ മനസ്സിലാക്കാം. ഇൻഡിപെൻഡന്റ് വേരിയബിളിന് ഫോളോ ചെയ്ത് വരികയും ഡിപെൻഡന്റ് വേരിയബിളിന് പ്രൊസീഡ് ചെയ്ത് വരികയും ചെയ്യുന്നത് ഏത് തന്നെ ആയിരിക്കും? ദ ആൻസർ ഈസ് ഇന്റർവീനിങ് വേരിയബിൾ. ഇന്റർവീനിങ് വേരിയബിൾ ആണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇന്റർവീനിങ് വേരിയബിളിന് അകത്ത് വരുന്ന ഒരു സബ് ടൈപ്പ് ആണ് മീഡിയേറ്റിംഗ് വേരിയബിൾ. ഓക്കെ, അടുത്ത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കില് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. അതിലെ പാരാമെട്രിക് ടെസ്റ്റുകളുടെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ട്, നോൺ പാരാമെട്രിക്കിനെക്കാട്ടിയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ആണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ഒബ്സർവേഷൻസും വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ്. ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഐറ്റത്തിന്റെ സെലക്ഷനെ ബാധിക്കുന്നില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ്. ദർ ഒബ്സർവേഷൻസ് ഓർ വാല്യൂസ് ആർ ഇൻഡിപെൻഡന്റ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് നോർമൽ കർവ് പ്ലോട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഹാവ് ഈക്വൽ വേരിയൻസ്. അതുപോലെ the data should be measured at least at interval level so that the arithmetic operations can be used. Arithmetical operations ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവെൽ സ്കിൽ റേഷ്യോ സ്കെയിൽ തന്നെ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റുകളുടെ അസംഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്മോൾ സാമ്പിളുകളിലും ലാർജ് സാമ്പിളുകളിലും പാരാമെട്രിക് ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റും. സ്മോൾ സാമ്പിൾ ആണെങ്കിൽ ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ടി ടെസ്റ്റ് ആണ്. ലാർജ് സാമ്പിൾ ആണ് അത് എന്താണ് മോർ ദാൻ 30 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇസഡ് ടെസ്റ്റ്. അപ്പൊ 30 ആണ് നമ്മൾ അവിടെ ഫിക്സഡ് ആക്കി വെക്കുന്നത്. ലെസ് ദാൻ 30 ആണെങ്കിൽ ടി ടെസ്റ്റ്, മോർ ദാൻ 30 ആണെങ്കിൽ ഇസഡ് ടെസ്റ്റ്.
സോ ഇത്രയാണ് നമുക്ക് പാരാമെട്രിക് ടെസ്റ്റിനെ പറ്റിയിട്ട് അറിയേണ്ടത്. സോ കോൺസെപ്റ്റ് ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The last question, which of the following assumptions hold good for a parametric test? ഒരു പാരാമെട്രിക് ടെസ്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഗുഡ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അസംഷൻസ് ആണ് വേണ്ടത്? ഫസ്റ്റ് വൺ, നോർമാലിറ്റി is required. Use metric data. Can be applied for both small and large scale. And option D, all of the above. അപ്പൊ നമ്മൾ പറഞ്ഞ അസംഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഇന്റർവെൽ ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റേറ്റീവ്ലി ചെയ്യാൻ പറ്റണം. ലാർജ് സ്കെയിലിലും സ്മോൾ സ്കെയിലിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാരാമെട്രിക് ടെസ്റ്റിന് ഉണ്ടെന്ന് നമ്മൾ കോൺസെപ്റ്റിൽ പഠിച്ചിരുന്നു. സോ ഓൾ ഓഫ് ദി അബവ് ഇസ് ദി ആൻസർ. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ അജണ്ട ഫോളോ ചെയ്താണ് ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ദ ടെസ്റ്റ് എൻഡ്. പിന്നെ നമ്മുടെ അജണ്ട, നമ്മുടെ ആ ഒരു ടെസ്റ്റ് നമ്മൾ 10 ക്വസ്റ്റ്യൻ നോക്കി. 10 ക്വസ്റ്റ്യൻ നമ്മൾ കോൺസെപ്റ്റിനോടൊപ്പം നോക്കി. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ എനിക്ക് ഇവിടെ ഈ ഒരു എൻഡ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത്, ഞാൻ ഓരോ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും നമുക്ക് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അല്ലെ? ആ ക്ലോക്ക് എന്തിനാ? നമ്മൾ ഓരോ ടെസ്റ്റ് നോക്കുമ്പോഴും നമ്മൾ ടൈമിംഗ് നോക്കണം. ഈവൻ നമ്മുടെ PSC എക്സാംസിലായാലും നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എല്ലാത്തിനും ഒരു ടൈമിംഗ് വേണം. നമ്മൾ ടൈമിംഗ് അനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാൻ. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠനം നടത്തുമ്പോഴായാലും നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം നമ്മൾ മാറ്റി വെക്കുക. പഠനം, നമ്മളെ പാഠത്തിലുള്ള പഠനം ആവശ്യമാണ്, അതിനുള്ള ടൈമും അതിനോടൊപ്പം അതിനുള്ള റിവൈസ് ചെയ്യാനുള്ള ടൈമും നമ്മൾ മാറ്റിവെക്കുക. സോ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും തോന്നാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്ലോക്കുകൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ ഇന്നത്തെ 10 ക്വസ്റ്റ്യനും ശരിയായവരുണ്ടായിരിക്കും. ഷുവർലി അവർ വിന്നർ തന്നെയാണ് ഇന്നത്തെ ടെസ്റ്റില്. സോ തെറ്റിയവരുണ്ടാവും. തെറ്റിയവർ എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് ഒന്നുകൂടെ ആഴത്തിൽ പഠിക്കുക, എന്നിട്ട് വീണ്ടും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയവർക്ക് കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് റിവിഷനിൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വിന്നർ ആകാൻ സാധിച്ചത്. അപ്പൊ എല്ലാവരുടെയും എഫേർട്ടിനെയും ഇവിടെ മാനിക്കുന്നുണ്ട്. ആ ഒരു 10 ക്വസ്റ്റ്യനും ശരിയായവരുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇപ്പൊ ഒരു അരമണിക്കൂറുള്ള ക്ലാസ് അവർ അത്രയും എഫേർട്ട് ഇട്ടത് കൊണ്ടായിരിക്കും അവർക്ക് ആ ഉത്തരം ശരിയായത്, അല്ലെങ്കിൽ അവർ മുന്നേ പഠിച്ചത് കൊണ്ടായിരിക്കും. സോ അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. നമ്മൾ ഓരോ ചുവടും നമ്മൾ എടുക്കുമ്പോൾ ആ ഓരോ ചുവടും ഒരിക്കലും നമുക്ക് വെറുതെ കിട്ടത്തില്ല. നമ്മൾ അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ വിന്നർ ആൻഡ് ദോസ് ഹു കാൺട് അറ്റൻഡ് ദ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ദോസ് ഹു ഫെയിൽ ടു കറക്റ്റ് ദ ആൻസേഴ്സ്, ഡു ബെറ്റർ. ഇനി വരുന്ന ടെസ്റ്റുകളിൽ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. സോ എനിവേ, താങ്ക് യു ഫോർ ദ ലിസണിങ് ദ ക്ലാസ്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ അറ്റൻറ്റീവായിട്ട് കോൺസെപ്റ്റും ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കേൾക്കാനായിട്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ ടൈമും ചെറുതല്ല, വലിയ കാര്യം തന്നെയാണ് ആ ടൈം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ടൈം വിൽ നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. അല്ലെ, ആർക്ക് വേണ്ടിയും സമയം നിൽക്കത്തില്ല. ടൈം ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താലും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ടൈം മുന്നോട്ട് തന്നെ പോകും. അപ്പൊ ആ ടൈം വൈസ് ആയിട്ട് ഉപയോഗിക്കുക. റൈറ്റ് ടൈമിൽ ഡിസിഷൻസ് എടുക്കുക. ആപ്റ്റ് ടൈമിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താണ്, നിങ്ങളുടെ വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. സോ ഡു അറ്റ് ദ റൈറ്റ് ടൈം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റൈറ്റ് ടൈമിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. പിന്നീട് നമുക്കത് ചെയ്യാമായിരുന്നു എന്ന് നമുക്ക് അങ്ങനെ ഒരു തോന്നിയിട്ട് കാര്യമില്ല. സോ എനിവേ, താങ്ക് യു once again. Thank you for listening the class.